നമ്മുടെ ഇവിടെയൊക്കെ പറമ്പ് നല്ല രീതിയിൽ അങ്ങ് ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞും വെയിലും കൂടി അങ്ങ് മാറി മാറി വരുമ്പോഴത്തേക്കേ വാഴകളാണേലും പച്ചക്കറി ആണേലും ഒന്നിനും അങ്ങ് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും പെട്ടെന്ന് അങ്ങ് വരണ്ട് പോവുക. പിന്നെ പറമ്പ് നല്ലോണം അങ്ങ് വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം അങ്ങ് വറ്റി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മോട്ടർ അടിച്ച് തുടങ്ങി. നമ്മുടെ ഇവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നാണ് നമ്മൾ മോട്ടർ അടിക്കുന്നത്. ആ പോത്തിനെയൊക്കെ കുളിപ്പിക്കാൻ നമ്മൾ നിർത്താറില്ല, അതിൻ്റെ അവിടെയുള്ള കുളത്തിൽ നിന്ന് മോട്ടർ അടിച്ചിങ്ങ് കൊണ്ടുവരിക വെള്ളം. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കണ്ടോ, പറമ്പ് നല്ല രീതിയിൽ ഉണങ്ങിയാണ് കിടക്കണേ. അതിനകത്തേക്ക് പുതുവെള്ളം അങ്ങ് ചെല്ലുക. ഇനിയിപ്പോൾ ഫുള്ള് കാടെല്ലാം വെട്ടിത്തെളിച്ച് നമ്മൾ റെഡിയാക്കണം. ഇപ്പോൾ ഏത്തവാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളം ചെല്ലാത്തതിൻ്റെ പിന്നെ വളക്കുറവൊക്കെ കാരണമാണ് ഈ വാഴ എല്ലാം ഇങ്ങനെ നിൽക്കണേ. ഇത് നമ്മുടെ സ്വന്തം പറമ്പല്ല കേട്ടോ, നമ്മളിവിടെ കൃഷി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് നോക്കണേ ഈ പറമ്പ്. അപ്പോൾ അത് കാരണം ഇവിടെ ഞാനാണ് നനയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ പൊട്ടിച്ചു വിടണുള്ളൂ. പൊട്ടിച്ചു വിടണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ തോടെടുത്തിട്ട് വെള്ളം ഒന്ന് പാസ് ചെയ്ത് വിടുക. കാരണം അടുത്ത ദിവസം നല്ല രീതിയിൽ വേണം നമുക്ക് തോടുകളെല്ലാം കീറി ഓരോ ഏരിയയിലേക്കുള്ള വെള്ളങ്ങളെല്ലാം നമുക്ക് തിരിച്ച് വിട്ട് കറക്റ്റായിട്ട് നന തുടങ്ങാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മളൊന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ്. കാരണം മോട്ടർ ഒരു കൊല്ലമായിട്ട് അനക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തതാണ്. കാരണം നമ്മുടെ വീടാണേ. പിന്നെ ഇതാണ് ഈ സ്ഥലം ഫുള്ള്. ഇനി ഇങ്ങോട്ടൊക്കെ വരാനുണ്ട്. കാരണം നല്ലോണം വെള്ളം വറ്റിയും വരണ്ടും കിടക്കുക ഇവിടെ എല്ലാം. അതിൻ്റെ ഇടയിൽ വാഴ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ടിഷ്യൂ കൾച്ചറും അല്ലാത്ത വാഴകളെല്ലാം വെച്ചേക്കണേ. അപ്പോൾ ഓരോ ഏരിയയിലൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തോടുകൾ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് അടുത്ത ദിവസം ഫുള്ളായിട്ട് വെട്ടാൻ. ഇത് കണ്ട നമ്മുടെ പിള്ളേർ രണ്ടുപേരും അവിടെ നിന്ന് തിന്നണ മോട്ടോർ പുരയുടെ സൈഡിൽ നിന്ന് ഞാനിന്ന് നേരത്തെ കയറ്റി പാടത്തുനിന്ന്. നനയുള്ള ദിവസം പിന്നെ നിന്ന് കഴിഞ്ഞ ഒരു സമയമാവും ഇത് കഴിയുമ്പോഴത്തേക്കും. പിന്നെ നേരത്തെ കയറ്റിയില്ല, ഇവന്മാർ പാടത്ത് കിടന്ന് കരയാൻ തുടങ്ങും. പിന്നെ ഇത് ഈ വെള്ളം ആദ്യം അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് ഈ മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്കാവും. കാരണം അത്ര ഇതായിട്ട് കിടക്കണമുണ്ട്. ഇനി ഒരു 2-3 ദിവസം എടുക്കും ഇത് നനച്ച് കറക്റ്റ് നല്ല രീതിയിൽ പറമ്പിൽ ഈർപ്പങ്ങളൊക്കെ വന്നൊന്ന് നിൽക്കണമെങ്കിൽ. അത് കാരണമാണ് ഈ തോടുകളൊന്നും തന്നെ നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാത്ത കഴിഞ്ഞ കൊല്ലം ചെയ്തെന്ന് വേണേൽ പറയാം. കഴിഞ്ഞ കൊല്ലം ചെയ്തും അല്ല, ഇതിപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ആ പുല്ലുകൾ മാത്രം ഒന്ന് വലിച്ച് ചെയ്തേക്കണതാണ്. അതിൻ്റെ എനിക്ക് പനിയുണ്ട്. പനിയും കൂടി ആയതുകൊണ്ടേ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ മേലുവേദനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പനീൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുമ്പോൾ. പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റില്ല, കാരണം ഈ നട്ടേക്കണ സാധനങ്ങളെല്ലാം ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ കണ്ട് നമുക്കെല്ലാവർക്കും നല്ല സപ്പോർട്ടൊക്കെ തന്നെ. പിന്നെ പരമാവധി എല്ലാവരും ഒരു അടുക്കളത്തോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സ്വന്തം ആവശ്യത്തിനാണേലും വിഷമടിക്കാത്ത പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഞാനിപ്പോൾ പുതിയൊരു അടുക്കളത്തോട്ടം കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ വീഡിയോ പുറകെ ഞാൻ ഇട്ട് തരാം.